റബ്ബേ, ഇപ്പൊ നേരം വെളുത്ത് പുറത്ത് ഇറങ്ങാൻ എന്തോ ഒരു സമാധാനാണ്. അല്ലെങ്കിൽ നേരം വെളുത്താ തുടങ്ങും പാട്ടും പെയ്ത്തും. ഓ, അതിനൊക്കെ ഒരു മോചനം കിട്ടിയല്ലോ. ഇന്ന് ഏതായാലും കലാസകൊട്ടാണല്ലോ. ഇന്നിപ്പോ ഏതെങ്കിലും ഒരു പണ്ടാരത്തിന് പോയിട്ട് കുത്തണം. എപ്പഴാ ഇനി പോവുക? ഒറ്റക്ക് പോവാനായിട്ട് കജ്ജൂല്ല. ആഴ്ചയിലുണ്ട് വരികയാണെങ്കിൽ പോവായിന്. അതിന് നേരം വെക്കുമ്പോ ഒന്നും പോയി അവിടെ പോയി കേൾക്കൊന്നും വേണ്ട. ചോറും കഞ്ഞിയും ചായയും ഒക്കെ കുടിച്ചിട്ട് വൈകുന്നേരം 4 മണിത്തെ ചായം കൂടി കുടിച്ചിട്ട് പോയാൽ മതി. അങ്ങനൊക്കെ പോയാൽ മതി. ഇപ്പൊ നേരത്തെ കാലത്ത് ഞമ്മക്കിങ്ങനെ വരി നിന്നിട്ടേ നമുക്ക് വേറെ അധികം അസുഖമാവും. ആരാപ്പ വരുന്ന അയച്ചാണ്. ചെലപ്പോ എപ്പഴാ പോണെന്ന് അറിയാൻ വേണ്ടി വരികയാവും. എതിരൊന്നുള്ളു വെറ്റാം ചോദിച്ചറിയാം. പാത്തു അജ് നേരം വെളുത്ത പാട് പുറത്തുണ്ടല്ലോ. ഇജ്ജ് പോട്ടിന് പോവാണ്. പൊന്നാരന്റെ ഇവിടെ ഇജ്ജ് ഒറ്റക്ക് പോണ്ട, ഞാനുണ്ട്. പണ്ടാറ് എന്നിപ്പോ ഓട്ടായോണ്ട് ഇതിപ്പോ മനസ്സിനക്ക് ഇപ്പൊ ബേജാറാണ്. ഇത് പെരേത്തെ പണി വെച്ചൂല. എന്നാ പിന്നെ ഓട്ടിന് പോകും വേണോ? ഇത് എപ്പഴാ പോവാ എന്നൊന്നും ഞമ്മക്കറിയില്ല. ഇനിയിപ്പൊ രാവിലെ പോയാല് വരിയിൽ നിൽക്കേണ്ടി വരുമോ, ഉച്ചക്ക് പോയാല് വരിയിൽ നിൽക്കേണ്ടി വരുമോ എന്നുള്ള പേടിയാണ്. പോയി കഴിഞ്ഞാൽ എളുപ്പമാണ് തീർന്നുണ്ട് പെരേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുള്ളൂ. എല്ലാം പറയാ ഞാൻ ഇപ്പൊ വന്നതേ. എപ്പോഴാ നീ പോണത്? അതിപ്പോ പണ്ടാറിറക്കിയിട്ട് ഇപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് കുത്തണല്ലോ. അല്ല പത്തുവാ എപ്പോഴാ നമ്മൾ പോവുക? ഇതൊന്ന് പറഞ്ഞാ. അത് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ എന്റെ പുറത്തിറങ്ങി നിക്കണത്. ഇജി പറഞ്ഞേ പെരേത്തെ പണിയിട്ട് തെജൂല്ല. എന്നാ പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ വരി നിൽക്കും വേണം. പഞ്ഞാറന്റെ ഇവിടെ പോവാ. വൈകുന്നേരം വരെ സമയം ഉണ്ടല്ലോ. ആക്കത്തീര് പോവാ. രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും വൈകുന്നേരത്തെ 4 മണിന്റെ ചായയും കുടിച്ചിട്ട് ആക്കത്തീരൊക്കെ പോവാ. അങ്ങനൊക്കെ പോയാ മതി. അല്ലാണ്ട് ഇപ്പൊ നമ്മളുള്ള പണിയൊക്കെ ഇട്ട് ഇറങ്ങിട്ട് നമ്മൾ പോയിട്ട് വരിയിൽ നിന്നിട്ട് ഞമ്മക്ക് തലറ്റിയ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഓർക്കിട്ട് ഓട്ട് കുത്തിട്ട് ഞമ്മക്ക് എത്ര കാര്യം ഒത്തുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ പോയാൽ മതി. പൊന്നാരന്റെ അയച്ചോ മണ്ടി കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരവരെ സർവത്തോ അല്ലെങ്കിൽ ജ്യൂസോ ഒന്നും അവര് തരൂല. പ്രത്യേകിച്ച് ചൂടത്തൊന്നിപ്പോ എന്നെ കൊണ്ട് ഇന്നെ കൊണ്ടൊന്നും കൂടി നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടേ ആക്കത്തിലൊക്കെ പോവാ. ഇതൊക്കെ എനിക്ക് ധൃതി. ഇജ്ജ് ചെന്നിട്ട് എന്റെ പെരത്തെ പനിയൊക്കെ എടുത്തൂട്. പിന്നെ ആടിനൊക്കെ കഴിച്ചിട്ട് നല്ല മള്ളൊക്കെ കൊടുത്തൂട്. അതൊക്കെ ചെയ്തൂട്. എല്ലാം നേരം വെളുത്ത പാടിച്ച് എപ്പോഴാ ഓട്ടിന് പോവാൻ നിങ്ങളുടെ മണ്ടി കഴിച്ച് വരാന്നൊക്കെ കണ്ട. പൊന്നാറിന്റെ പാത്തോ പെരത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ആടിനെ ഞാൻ പുറത്ത് കെട്ടിയിട്ടില്ല. കഞ്ഞിവെള്ളം കൊടുത്തിട്ടില്ല. ആടിനെ ഇലൊന്നും ഇട്ട് വെക്കാതെ ഇപ്പൊ മണ്ടി വന്നണ പന്റെ അടുത്തേക്ക്. നീ നേരം വെളുത്ത പാട് ഇജ്ജ് പോയാലോ? ഞാൻ ഒറ്റക്ക ഓടി കഴിഞ്ഞോ. അല്ല അതിന്റെ മുന്നത്തെ കൊല്ലൊന്നും ഞാൻ ഒറ്റക്ക് പോയിട്ട് എന്നോട് പറയാൻ ഓട്ട് ചെയ്യാൻ ചന്തം മാണ്ടേ. കൊറേ വരി നിന്നിട്ട് ലാസ്റ്റ് ഇന്റെ തലൊക്കെ കൂടി മിന്നി കണ്ണും മഞ്ഞളിച്ച് എവിടെ കുത്തി നിച്ചാൻ അറിയില്ല. അത് അസാധു നോക്കിക്കൊന്ന് തോന്നണേ. ഇച്ചു വലിയ പുതിയാറൊന്നും ചെടി വിവരമില്ലാത്തോളല്ലടി ഈ അയച്ചു. അപ്പൊ ഈ വിവരമുള്ള എന്നോട് ചോദിച്ചാൽ ഇച്ച എന്നെ കൂട്ടി പോവാച്ചിട്ടാണ്. അതാണ് വളരെ നേരം വെളുത്ത പാട് ഞാൻ ആടിനൊന്നും കഴിച്ചു കിട്ടാതെ എൻ്റെ അടുത്ത് മണ്ടി വന്നത്. ഇജി ഇങ്ങേറ്റ് കൂട്ടാതെ പോന്ന് പേടിച്ച് വന്നാണ്. ഇജി പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. രാവിലത്തെ ചായ ഉച്ചക്കത്തെ ചോറ് വൈകുന്നേരത്തെ 4 മണിന്റെ ചായ ഒക്കെ കുടിച്ചിട്ട് പോയാൽ മതി. പക്ഷെ ഒറ്റക്ക് പോവാൻ കജൂറടി. ഇജി നമുക്ക് രണ്ടാം കൂടി പോവാം. അതല്ലേ നല്ലത്. എത്താഴ്ച ഇജ്ജ് പറഞ്ഞത് അതല്ല കഥ. എന്റെ കൂട്ടാതെ നമ്മൾ പോവുക. ഞാൻ ആ പെരന്റെ പുറത്തേക്ക് ഇറങ്ങി ഇജ്ജ് ഇന്നെ കൂട്ടാതെ ഇജ്ജ് പൊയ്ക്കോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെരന്റെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. അപ്പോഴാണ് എന്റെ വരവ്. ഇജ്ജ് മനസ്സിന് ഇങ്ങനെ ഇടങ്ങേറാക്കുന്ന കാര്യം ഇജ്ജ് പറയല്ലേ. പൊന്നാരന്റെ അയച്ചുവാ. ഇജ്ജ് ഞാനും പരിചയപ്പെട്ട സമയത്ത് എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കൊറ്റക്ക് പൊയ്ക്കണ. നമ്മൾ രണ്ടാളും കൂടി ഇല്ലടി പൊയ്ക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വരുന്ന തൊട്ട് എന്റെ കൂട്ടാറ്റി ആരേന് ഖദീജയും കുഞ്ഞുമോൻ. ഒരിക്കൽ എന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും കസുകുസം ഉണ്ടാകുമ്പോ പിന്നെ എന്നെ കൊണ്ടുപോയിട്ടുണ്ടാ ഇല്ല. ഇജ്ജ് പല പ്രാവശ്യം ഇന്നോട് തന്നെ പറഞ്ഞിക്കണം. പക്ഷെ പാത്തു അങ്ങനെയല്ല പൊന്നാരന്റെ കൽബേ. പാത്തുന്റെ അടുത്ത് ആരും നല്ലപോലെ നിന്നുണ്ടെങ്കിൽ തിരിച്ചു പാത്തു അതേപോലെ ആവും. ഇജ്ജ് അറിഞ്ഞാ പഞ്ചാരയും ചാപ്പൊടിയും സോപ്പും പൊടിയും കഴിഞ്ഞ് ജിന്റെ അടുത്ത് വല്ല മണ്ടി വരില്ലേ? ഞാൻ ഇല്ലെങ്കിൽ ഞാൻ കടയിൽ നിന്ന് കൊടുന്നിട്ട് എന്റെ അടുത്ത് എനിക്ക് ഞാൻ തന്നിക്കണം. എന്നിട്ട് എനിക്ക് തോന്നുമ്പോ ഞാൻ കൊണ്ടുവരും, തോന്നുമ്പോ ചെയ്യില്ല. എന്നിട്ട് ഞാൻ എത്തിക്കുന്ന എന്നോട് പറയണ്ട. ദേഷ്യം പിടിച്ചുമ്പോ 2 വർത്താനം പറയും. ഇന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണ്. ഇച്ച മനസ്സിലാക്കുന്ന പരിപാടിയില്ല. പക്ഷെ ഈ പേര് വെച്ച് ഖദീജാനടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ എനിക്ക് തരും. രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് തരില്ല. അതാണ് ഞാനും ഖദീജുമുള്ള വ്യത്യാസം. ഇങ്ങനെ ഒലക്കമ്പത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ട് നേരം വെക്കുമ്പോ ജിന്റെ അടുത്ത് വരാൻ നിൽക്കട്ടെ. പന്നാരന്റെ അയച്ച ഇജ്ജ് ഏതായാലും പേരെ ചെന്നിട്ട് എല്ലാ പണിയാണ്ട് എടുത്തോളൂ. ആക്കത്തിലൊക്കെ പോയാൽ മതിയടി. എനിക്ക് കേൾക്കണ ഒരു കഥ. പൊന്നാരന്റെ പാത്തോ ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല. നീ ജൈമ പിടിച്ച് കയറല്ല. എന്റെ പൊന്നാരന്റെ പാത്തോ അതവിടെ നിക്കട്ടെ. ഇജ്ജ് എന്താ എന്നോട് പറയാണ്ടെന്ന് പറഞ്ഞ് വേണ്ട പറഞ്ഞോളൂ. എന്നാ പിന്നെ ഞാൻ കൂടി കേട്ടിട്ട് പേരെ പോയിട്ട് എല്ലാ പണിയൊക്കെ എടുത്തിട്ട് നമുക്ക് ആക്കത്തി പോവാം. 4 മണിത്തെ ചായയും കുടിച്ചിട്ട് പോവാം. വേണ്ട പറഞ്ഞോളൂ. എത്തപ്പ എനിക്ക് പറയാനുള്ളത്. പൊന്നാരന്റെ ബല ഇന്നലെ സംഭവിച്ച സംഭവമാണ് ഇപ്പൊ ഞാൻ എന്നോട് പറയാൻ പോണത്. പിന്നെ അതിന്റെ ശേഷം എന്നെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ വൈകുന്നേരം വരും ചേച്ചി. അപ്പോഴും കണ്ടില്ല. പിന്നെ ജി ഓട്ടിന്റെ സമയം ആകുമ്പോ ജി ഏതാ എന്റെ അടുത്ത് മണ്ടി വരുമെന്ന് വെച്ച് നല്ലോണം അറിയാം. പൊന്നാരന്റെ ബല ഇന്നലെ
നമ്മളെ ഇപ്പം വന്നീനി നാസർ. എനിക്കറിയണല്ലേ ആ കോയിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും തിരക്കൂടിയത് ഓണീറ്റ് പഞ്ചായത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഇജ്ജ് മറന്നാ? ഇജ്ജ് മറക്കും ഇച്ചറിയാ. പക്ഷെ പാട്ട് മറക്കൂല. പിന്നെ 2 മാസം മുന്നേ ഞാനേ കിണറ്റില് വെള്ളം കഴിയാനേക്ക് നാസറ പിന്നെ പൈപ്പിത്തെ വെള്ളം ഉണ്ട് ഇവിടെ, എന്നാലും ഇതും അങ്ങോട്ടും ഒപ്പിച്ച് ആണ്ട് മഴക്കാലം വരാണ്ട് ഒപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഓൻ ഇന്നോട് എന്തൊക്കെ പറഞ്ഞത്? അതിനകത്ത് എപ്പ വിളിച്ചാലും തീരുമാനം ഉണ്ടാക്കട്ടെ 2 പോക്ക് പോയതാവുന്നുണ്ട്. ഇന്നലെ നിന്റെ വരെയൊക്കെ നിൽക്കണം ഓനക്ക് കുത്തി കൊടുക്കാൻ. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കല്ലേ നമ്മൾ കുത്തുക. എത്തപ്പെട്ട ഞാൻ ആലോം പറഞ്ഞു കൊടുത്തേക്ക് നല്ല പള്ള അടിച്ചിട്ട് ഓൻ പൊയ്ക്കണത്. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തേക്കണം, നല്ലോണം പറഞ്ഞു കൊടുത്തേക്കണം. ഓൻ പറയുകയാണെങ്കിൽ നമ്മക്കെന്നെ വോട്ടിന് കുത്തണട്ടോ, ഞമ്മക്കെന്നെ വോട്ടിന് കുത്തണട്ടോ, എന്നൊക്കെ ഉപകാരം ഉണ്ടാവും, ചേമ്പാണ്, അങ്ങനെയാണ് ഞാൻ വയറ വെക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് 6 കോഴി പാസ്സായിട്ടുണ്ടെങ്കിൽ 3 കോഴി നമുക്ക് വരും, ബാക്കി 3 ഓർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഒരു വെള്ളത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞപ്പോ ഓർക്ക് അത് കുഞ്ഞിന് നോക്കാൻ പറ്റില്ല, ചിലപ്പോ കണ്ണു കൊടുത്തിട്ടല്ല. എന്നാ ഓർക്കാണ് നമ്മൾ വോട്ട് ചെയ്തെടുക്കുന്നത്. പാത്ത് വോട്ട് ചെയ്തെടുക്കും. നാളെ നമ്മൾ പറഞ്ഞ് പള്ള അടച്ച് പറഞ്ഞ് ഓന് വിട്ടുകണ ഏതായാലും. അപ്പൊ അവിടെ ഉണ്ടാവും പോന്. പിന്നെ എന്നോട് പറയാനുള്ളതേ, ചിലപ്പോ ഓൻ അവിടെ ഉണ്ടാവും, ചിലപ്പോ നല്ല മിക്കവാറും ഓൻ അവിടെ ഉണ്ടാവും. ഓൻ ഈ വരിയിൽ നിൽക്കണ നമുക്ക് ആൾക്കാരൊക്കെ പറയും ഓന് ഇന്ന ചിഹ്നത്തിന് വോട്ട് ചെയ്തോ, അല്ലെങ്കിൽ അവിടെ കുത്തിക്കോ, അരിവാക്ക് കുത്തിക്കോ, പിന്നെ കോണിക്ക് കുത്തിക്കോ എന്ന് ഇങ്ങനെ പറയും. എനിക്ക് കഴിഞ്ഞല്ല അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഓന്റെ പാർട്ടി കഴിഞ്ഞ വർഷം ജയിച്ചത് പൊന്നാരന്റെ ഇവിടെ. അതുകൊണ്ടേ ഓൻ അങ്ങനെ പലയോതും പറയും. ഇജ്ജ് അങ്ങോട്ട് കണ്ണും ചെവിയും കൊടുക്കാൻ നിൽക്കണ്ട. ആദ്യം ഞാൻ പറഞ്ഞാണ് ഇച്ച ഇഷ്ടപ്പെടൂല, ഉള്ള കാര്യം പറഞ്ഞാണ്. ഞാനിക്ക് ഇഷ്ടം ആരൊക്കെ ഉള്ളത് അവർക്ക് ഇജ്ജ് കുത്തിക്കോ. ഇനി തനിക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഇജ്ജ് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇജ്ജാണ്ട് അസാദ് നോക്കിക്കോളാം. കഴിഞ്ഞല്ല അതിന്റെ മുന്നത്തെ കൊല്ലൊക്കെ അങ്ങനല്ല പറഞ്ഞത്, ആണ്ടാക്കി കൊടുത്താളാ. എല്ലാവർക്കൊക്കെ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യടി, ഒരു കാര്യമില്ല. അതുകൊണ്ടേ പറയാൾ ഇപ്പൊ തന്നെ പറയാ. ചിലപ്പോ കണ്ണേരത്ത് ചിലപ്പോ പറയാൻ പറ്റൂല, അതിന്റെ മരക്കളുണ്ടാവും. പിന്നെ അവർക്ക് അത് ഇഷ്ടപ്പെടൂല ഇങ്ങനെ കുസുകുസു പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, ഇജ്ജ് വേഗം പെരേ ചെന്നിട്ട് ബാക്കിയുള്ള പണി എടുത്തോ. ഇജ്ജേ ഒരാളെ ചായയും കുടിച്ചാ, ചായന്ന് കുടിച്ചാൽ മണ്ടി വന്നതാവും. പന്നാരന്റെ ബളെ എന്ത് കാര്യത്തിനാണ് ഈ ചായയും പറ്റും കുടിക്കാതെ ഇജ്ജ് മണ്ടി വന്നിക്കുന്നത്? ഞങ്ങക്ക് പ്രമേയം പ്രഷറൊക്കെ ഉള്ളതല്ലേ, നല്ല പള്ളടിച്ചിട്ട് ഉളികാണ്ട് കുടിച്ചോ. ഈ ബാങ്ക് ചെല്ലു പെരേക്ക്. ആയിക്കോട്ടെ എന്റെ പാത്തു, അനക്ക് ഇഷ്ടപ്പെടാത്തൊന്നും നമ്മൾ ചെയ്യൂല, അതല്ല കഥ. ഓനാണ്ട് പറഞ്ഞു വെച്ചിട്ട് ഓന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ നമ്മൾ കുത്തുക. ഇജ്ജ് പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ട്. ഓനെ ചെയ്തൊന്നും നമ്മൾ മറക്കൂല. ഓനെ 6 കോഴി പാസ്സായിട്ട് 3 കോഴി നമുക്ക് 2 തന്നിട്ടുള്ളൂ, ബാക്കി 3 ആർക്ക് കൊടുത്ത്. എന്നാ 6 എണ്ണം ഖദീജാക്ക് കുഞ്ഞുങ്ങിന് കൊടുത്തല്ല. ഓനക്ക് നല്ലോണം അറിയാം. ഓ എന്നെ പേടിച്ചിട്ടാ ഞമ്മളെ പെരേക്ക് വരാഞ്ഞത്. പിന്നെ എന്നാലേ ഇജ്ജ് പറഞ്ഞത് ശരിയാണ്, ഓനെ കണ്ട നമ്മൾ മെയിൻ്റെ വെക്കും നോക്കില്ല. അതുകൊണ്ടേ ഞാൻ പെരേ പോയിട്ട് നല്ല പള്ളറച്ച് ചായ കുടിച്ചിട്ട് ഒളി കൊടുക്കട്ടെ. അല്ലപ്പോ ഈ വോട്ടിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ തിന്നാതും കുടിക്കാത്തിട്ട് കാര്യമില്ല. ഇജ്ജ് പറഞ്ഞേരേ വൈകുന്നേരത്തെ ചായം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, സമാധാനത്തിൽ പോവാം. വൈകുന്നേരം വരണ്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ നേരം വൈകി വരികയാണെങ്കിൽ നമ്മളെ കാറോ ചിലപ്പോ ബെൻസൊക്കെ വിട്ടിട്ട് പോകും നമ്മളെ കൊണ്ടുപോവാ. അപ്പൊ നമുക്ക് എന്താ കാട്ടുന്നറിയാം, എന്റെ അഭിപ്രായത്തിൽ വൈകുന്നേരം പോവാം. ചിലപ്പോ ഒരു വണ്ടിയൊക്കെ ഒക്കെ അയച്ച് നമ്മൾ അതിൽ കയറി പോയാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് നമ്മളെ ഓട്ടോറിക്ഷ പൈസ അവിടെ ലാഭം കിട്ടും. എന്താ അങ്ങനെ ചെയ്യല്ലേ? അയച്ചു ഇജ്ജ് പറഞ്ഞത് ശരിയടി. ചിലപ്പോ നേരം വെക്കുമ്പോ ഇജ്ജ് പറഞ്ഞൊരു ബെൻസോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷോ എന്തെങ്കിലുമൊക്കെ വിടും. പിന്നെ ഇജ്ജ് പറഞ്ഞേരി നമുക്ക് വണ്ടിന്റെ പൈസ അവിടെ ലാഭം കിട്ടും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിന്റെ സമയം പോലെ ആയിക്കോളും. ഇപ്പൊ നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ഇജ്ജ് ചെന്നിട്ടേ അന്റെ പണിയും നല്ല പാളാർച്ചി തിന്നോ. വേം ചെല്ലേ, എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. എന്നാ നമുക്ക് വൈകുന്നേരം കാണാം ട്ടാ. ആയിക്കോട്ടെ പത്തു, എന്നാ ഏതായാലും പേരെ പോയിട്ട് ബാക്കിയൊക്കെ പണിയെടുക്കട്ടാ. എന്നാ അതേപോലൊക്കെ ചെയ്യാം. എന്നാ നമ്മള് പോയി. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. എന്നാ എളുപ്പം ചെല്ലേ. അന്നാരെന്നോളെ അപ്പൊ ആഴ്ചയുടെ ഒരു വേജാറും പത്തപ്പാടും കൂടെ കണ്ടില്ലേ? ഓളെ വിചാരം ഇതിപ്പോ നേരം വെളുത്തപ്പോ ചെന്ന് വോട്ട് ചെയ്താലേ പോട്ടാവുള്ളൂന്നാ. ആ പൊട്ടത്തേക്ക് അത് പറയില്ല. വൈകുന്നേരം വരെ സമയം ഉണ്ടല്ലോ. നമ്മുടെ സൗകര്യത്തിനല്ലേ ഇപ്പൊ നമ്മൾ വോട്ട് പോവാ, അത് ഓരോ സൗകര്യത്തിനൊക്കെ പോവാ. പനിക്കൊപ്പം ഒരുക്കി നമ്മളെന്തെങ്കിലും പരാതിയും പരിപാടിയായിട്ട് ഓരോരുത്തൊക്കെ ചെന്നുണ്ടെങ്കിൽ നമ്മളിട്ട് ഇങ്ങനെ കറക്കല്ല. ആ പേപ്പറെ അറ്റ അങ്ങോട്ട് ചെല്ലി, ഈ പേപ്പറായിട്ട് ഇങ്ങോട്ട് ചെല്ലി, അവിടെ ലിങ്കാക്കി ഇവിടെ യോജിപ്പിക്ക്, അക്ഷയക്ക് പോയി 16 നടത്തിക്കൂലേ? അപ്പൊ ഓരോ വോട്ടിനും വേണ്ടിട്ട് നമ്മളും അതേപോലെ കളിപ്പിച്ചാൽ മതി. എത്തൊക്കെ നമ്മളെ അഭിപ്രായം അങ്ങനത്തെ നല്ല ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ ഇവരൊക്കെ വോട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ഓടൊക്കെ അവിടെ തരുന്നത്? ഇവരൊക്കെ ജയിപ്പിച്ചിട്ട് എന്തോ മുടുകെ നമുക്ക് കിട്ടണത്? ഒരു 2 രൂപേന്റെ അരി കിട്ടുന്നത് അതും ഒരു നിർത്തലാക്കി. 6 സെന്റാണ് നമ്മളെ വരാം. കാറ്റ് മാത്രമേ ഞമ്മക്ക് തരുള്ളൂ. എന്നാൽ ഞമ്മക്ക് വലിയ മുന്തിയ കാർഡാണ് അവർ തന്നിക്കുന്നത്, വെള്ളക്കാർഡേ. എന്നിട്ട് പെട്ടയ്ക്ക് കിട്ടുന്നത് 2 ലൈരി или 4 ലൈരി. അത് മാത്രമേ കിട്ടണത്. എന്നത് റദ്ദാക്കിയിട്ട് ഇപ്പൊ ഓരങ്ങനെ താങ്ങി നടക്കാൻ ഇച്ച വലിയ ആവശ്യമൊന്നുമില്ല. ഒലക്കന്റെ മൂട്.
ആധാർ അങ്ങോട്ട് ലിങ്ക് ആക്കണം, പിന്നെ ബാങ്ക് ബുക്കും ആധാറും കൂടി ഇങ്ങോട്ട് ലിങ്ക് ആക്കണം. എന്തൊക്കെ നിയമം? നോട്ട് നിരോധനം, ചേമ്പ് ഒലക്ക മൂടി, എന്തൊക്കെ ഒരു ചെയ്തി എന്താണ് നമ്മളെ ജയിപ്പിച്ചു വിട്ടുന്നത്? ഓലക്കന്റെ മൂട് എന്റെ തൊഴില് പലതും വരുന്നുണ്ട്. എത്തപ്പോ ഞാൻ കാട്ടുക? പറയാനുള്ളതൊക്കെ പറയണ്ടേ? നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞോണ്ടി. അപ്പൊ മുത്തുമണികളെ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ലൈക്ക് അടിച്ചോണ്ടി. പിന്നെ ഇത് മുഴുവനാക്കി നിങ്ങൾ അത് കണ്ടു പോകുമ്പോ ലൈക്കും ഇല്ല ഒത്തും ഇല്ല. ചിലര് കമന്റ് ഇടൂല. എത്ര മാണിക്ക കല്യാണം നമ്മളെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി പിന്നെ എല്ലാരും വോട്ട് പോണ തിരക്കാവില്ല, വോട്ടിന് പോകാനുള്ള തിരക്കിലാവും എല്ലാരും. ആണുങ്ങൾക്ക് പിന്നെ ചിലര് പണിക്കൊന്നും പോകൂല, അവർക്ക് ഭയങ്കര ഹരല്ല. ഇത് ആർക്ക് ചെയ്യണം ആർക്ക് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് പോര് നടക്കും. നേരെ വെളുത്തപ്പാട് പോയി. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പേരത്തെ പണിയും കഴിഞ്ഞ് കുട്ടികളെ മക്കളുണ്ടെങ്കിൽ അവരെ തീറ്റിച്ച് അവരോടെ ഒരു പാത്താക്കിയാലേ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഈ നേരം വെളുത്തപ്പാട് ഇങ്ങനെ വരി നിന്നിട്ട് എത്തപ്പ കാര്യം ഒത്തും കാര്യം ഉണ്ടാവില്ല. വെറുതെ നിന്നിട്ട് നമ്മൾ കുഴഞ്ഞ് ചൂടും നമുക്ക് ഒറ്റപ്പത്തി ഈ ചൂടുമ്പോ നമുക്ക് തന്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. പുറത്ത് കറങ്ങിയ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ പൊന്നാരന്റെ പെണ്ണുങ്ങളെ ഇച്ചി ഇന്നോട് പറയാനുള്ളത്, പണിയൊക്കെ കഴിഞ്ഞിട്ട് ആക്കത്തിലൊക്കെ പോയാൽ മതി. രാവിലത്തെ ചായയും ഉച്ചക്കത്തെ ചോറും മാണ്ട വൈകുന്നേരത്തെ 4 മണിത്തെ ചായ ഒക്കെ കുടിച്ചിട്ട് ആക്കത്തിയിൽ പോയാൽ മതി. നമ്മളിപ്പോ വരിക്ക് നിന്ന് വെച്ചിട്ട് ഞമ്മക്ക് അവിടെ ചായയും ചോറൊന്നും തരാൻ ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ ഭയങ്കര സുസ്കാന്താവും. നമ്മളെ നല്ല സുസ്വസ്തിക്കാനും വെള്ളം തരാനൊക്കെ ചിലപ്പോ ആൾക്കാരുണ്ടാവും. പക്ഷെ വോട്ട് കണ്ട് കഴിഞ്ഞ് നമ്മൾ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളെ പിന്നെ ഒരു കണ്ണും എടുത്തതാണ്. അപ്പൊ അതിനെ കറക്റ്റ് ആക്കിയിട്ട് നല്ലോണം പള്ള പട്ടി നിറച്ചാണ് പൊയ്ക്കൊണ്ടിട്ട്. പൊന്നാരന്റെ മണിക്കല്ല പെണ്ണുങ്ങളോട് വെച്ച് പറയാനുള്ളത്. ആണുങ്ങൾ പിന്നെ കായുണ്ടെങ്കിൽ പിന്നെ അവര് ഏത് ഹോട്ടലിങ്ങിൽ പോയി തിന്നും. അതേപോലെയുള്ള പെണ്ണുങ്ങൾക്ക് പോവാനും മേടിച്ചു തിന്നാനൊക്കെ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. ഇന്നെ പോലത്തെ പെണ്ണുങ്ങളാണെങ്കിൽ ഭയങ്കര മടിയുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും നമ്മളെ വീടൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കാണ്ട് അടിച്ചോളിയും. പിന്നെ പാട്ടുവിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ കാണാൻ താല്പര്യം സബ്സ്ക്രൈബും ചെയ്തോണ്ട്. പൊന്നാരന്റെ മാണിക്കക്കടലിലെ പുകിലേള. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോക്ക് ഒരു മുത്തുമണി എന്നോട് പറഞ്ഞെങ്കിൽ നിങ്ങളെ ഒറിജിനൽ മുഖം ഒന്ന് കാണിച്ചു തരുമോന്ന്. പൊന്നാരന്റെ മാണിക്കക്കല്ലേള പുകിലേള എത്തപ്പനോട് പറയാനുള്ളത്, നമ്മൾ ഒറിജിനലായിട്ട് നമ്മൾ ഫുള്ളായിട്ടുള്ള വീഡിയോക്കെ നമ്മളെ ചാനലിൽ എടുക്കുന്നുണ്ട്. ആണെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ തള്ളിത്തരാം. നമ്മളെത്ര പൂര ഫോട്ടോ ഉണ്ട് പൊന്നാരന്നെയാണ്. അതൊക്കെ നോക്കിക്കോളി. അതേപോലെ തന്നെ കോലി മട്ടൊക്കെ തന്നെയാണ് നമ്മള്. കാണാനില്ല ചൊർക്കൊന്നുമില്ല. എന്നാലും അജ്ജയെന്ന് ആരും പറയില്ല. ഞാൻ ഇന്നെ തന്നെ പുകഴ്ത്തി പറയാണെന്നുള്ള വിചാരിച്ചു കേട്ടോ. അപ്പൊ പൊന്നാരന്റെ മുത്തുമണി ആ ചോദിച്ച മുത്തുമണി വെച്ച് പറയാനുള്ളതേ, വീടിന്റെ താഴത്തുണ്ട് മലപ്പുറം ആള് ചെയ്ത ഓരോ സ്കിറ്റ് വീഡിയോകളും നല്ല നല്ല കുടുംബ ചിത്രങ്ങളും എല്ലാതും ഉണ്ട് അതിലിട്ടാ. പൊന്നാരന്റെ മണിക്കക്കല്ല്. അപ്പൊ അതിൽ പോയിട്ട് കണ്ടോളി. ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ജീവിതത്തിൽ നടന്ന സംഗതിയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും കൂട്ടും കുടുംബത്തിനൊക്കെ ആണെങ്കിലും പിന്നെ ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് വാട്സപ്പിലൊക്കെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അപ്പൊ ഈ ഇപ്പഴത്തന്നെ ഉള്ള പൊന്നാരൻ വെള്ളം പറ്റുണ്ട്. അണ്ണാക്കിലും എന്തെങ്കിലും പോയി കുടിച്ചട്ടെ. ഇനി ഏതായാലും നമ്മൾ വോട്ടിന് പോട്ടെ. ഞാൻ വൈകുന്നേരം പോവുള്ളൂ. ഇത് നേരം പറ്റ പാടുന്ന വണ്ടി പോകാൻ എനിക്ക് പറ്റൂല. എന്റെ കുട്ടികളെ തീരെ സമ്മതിച്ചൂല. അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്ത് 4 മണിന്റെ ചായ കുടിച്ചിട്ട് പോളിക്ക് 4 മണിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കുഴക്കും സൂനാണ്. പൊന്നാരന്നെയാളെ പിന്നെ എനിക്കൊട്ടും വരാണ്ട. അപ്പൊ ഞാൻ ചായ ഒക്കെ കുടിച്ച് ആക്കത്തിൽ പോവുള്ളൂ. നിങ്ങളും അതേപോലെ ഒക്കെ പോയിക്കോണ്ടി. അപ്പൊ ഇൻഷാല്ലാ പുതിയ വീഡിയോക്ക് വീണ്ടും വരാം. എല്ലാ മുത്തുമണിയൊക്കെ അസ്സലാമലൈക്കും. ലൈക്ക് അടിച്ചോണ്ടിട്ട് പൊന്നാരന്റെ മണിക്കകല്ലറ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതൊന്നും ഇങ്ങനെ പഠിപ്പിച്ചാൽ നിൽക്കണ്ട. എന്നാ അസ്സലാമലൈക്കും.